ഹലോ, നല്ല നമസ്കാരം. ബാർട്ട് ലൈസൺ സംവിധാനം ചെയ്ത ക്രൈം 101. ഒറ്റവാക്കിൽ പറഞ്ഞാൽ പോലീസും കള്ളനും തമ്മിലുള്ള ഒളിച്ചുകളി എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ മെയിൻ പ്ലോട്ട് എന്ന് പറയുന്നത് ലോസ് ഏഞ്ചൽസിലെ 101 നമ്പർ ഹൈവേക്ക് സമീപം നടക്കുന്ന സങ്കീർണമായിട്ടുള്ള ഒരു രത്നമോഷണങ്ങളെ ചുറ്റിപ്പറ്റിയാണ് സിനിമ മുന്നോട്ട് നീങ്ങുന്നത്. ഡേവിഡ്സ് എന്ന് പറയുന്ന അതിബുദ്ധിമാനായിട്ടുള്ള ഒരു മോഷ്ടാവ് ആരെയും ഉപദ്രവിക്കാതെ അതീവ ജാഗ്രതയോടുകൂടി മോഷണങ്ങൾ നടത്തുന്ന വളരെയധികം പോളിസിയുള്ള ഒരു മനുഷ്യൻ. അയാളെ പിടികൂടാൻ ശ്രമിക്കുന്ന ലൂ എന്ന് പറയുന്ന പോലീസുകാരനും അവർക്കിടയിലേക്ക് എത്തുന്ന ഷാരോൺ എന്ന് പറയുന്ന ഇൻഷുറൻസ് ഏജൻറ്റും തമ്മിലുള്ള വളരെ ഗംഭീരമായിട്ടുള്ള ഒരു പൂച്ചയും എലിയും തമ്മിലുള്ള ഒരു കളി പോലെയുള്ള ഒരു സാധനമാണ് ഈ സിനിമ മൊത്തത്തിൽ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമ പ്രശസ്തനായിട്ടുള്ള എഴുത്തുകാരൻ ഡോൺ വിൻസ്റ്റോയുടെ നോവലിനെ ആസ്പദമാക്കിയിട്ടാണ് ഈ സിനിമ ഒരുക്കിയിരിക്കുന്നത്. യഥാർത്ഥ ജീവിതത്തിലെ രത്നമോഷ്ടാക്കളുടെ പ്രവർത്തന രീതികളെക്കുറിച്ച് നന്നായി പഠിച്ചതിന് ശേഷം സംവിധായകൻ ബാർട്ട് ലൈസ്റ്റൺ തിരക്കഥ തയ്യാറാക്കിയതാണ് ഈ സിനിമയുടെ കാര്യം. അതോടൊപ്പം തന്നെ ഈ സിനിമയുടെ പേര് ലോസ് ഏഞ്ചൽസിലെ ഹൈവേയിൽ നിന്നുമാണ് ലഭിച്ചതെങ്കിലും കുറ്റകൃത്യങ്ങളെക്കുറിച്ചിട്ടുള്ള ഒരു ബേസിക് സ്റ്റഡി കൃത്യമായിട്ട് നടത്തിക്കൊണ്ട് തന്നെയാണ് ഇതിനെ ബിൽഡ് ചെയ്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ് ഹോംസ്വർത്ത് തൻ്റെ പതിവ് ശൈലി ഇമേജുകളിൽ നിന്നും മാറി അതീവമായിട്ടുള്ള ഒരു ബുദ്ധിമാനായ ഒരു മോഷ്ടാവായി മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. മാർക്ക് റൂഫ്രായും ഹാലി ഫെറിയും തമ്മിലുള്ള കഥാപാത്രങ്ങൾക്ക് വലിയ ആഴം, പ്രത്യേകിച്ച് ഹാലിബെറിയുടെ പ്രകടനം വലിയ രീതിയിൽ പ്രശംസിക്കപ്പെടണം. അത്രയും നല്ല പെർഫോമൻസാണ് അദ്ദേഹം കാഴ്ചവെച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ബാരി കിഗോൻ, നിക് ഡോൾട്ട് എന്നിവരുടെ സാന്നിധ്യവും വളരെയധികം ശ്രദ്ധേയമാണ്. അതോടൊപ്പം തന്നെ സംവിധായകനായിട്ടുള്ള അമേരിക്കൻ അനിമൽസ് എന്ന ചിത്രത്തിന് ശേഷം ബാർട്ട് ലൈസൺ ഒരുക്കുന്ന ഈ ചിത്രം അദ്ദേഹത്തിൻ്റെ സംവിധാന മികവിനുള്ള ഒരു ഗംഭീര ഒരു തെളിവ് തന്നെയാണ്. കഥാപാത്രങ്ങളുടെ വ്യക്തിത്വം കൃത്യമായി അവതരിപ്പിക്കുവാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. സിനിമയുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് സൂപ്പർ ഹീറോ സിനിമകളിൽ നിന്ന് കാണുന്ന ആ ഒരു ആക്ഷൻ രംഗങ്ങളുണ്ടല്ലോ, അതിനെയൊക്കെ ഒഴിവാക്കിയിട്ട് തികച്ചും നാച്ചുറലായിട്ടുള്ള ആ ഒരു സ്വാഭാവികമായിട്ടുള്ള രീതിയും അതോടൊപ്പം തന്നെ മോഷണങ്ങളും ഗംഭീരമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു ക്ലാസിക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകൾ പോലെ, അല്ലെങ്കിൽ 70s 80s 90s ആ രീതിയിലുള്ള ഒരു സിനിമ മേക്കിംഗ്, ആ ഒരു ക്ലാസിക് ടച്ച് കൊണ്ടുവരാൻ ഈ സിനിമ പരമാവധി ശ്രമിക്കുന്നുണ്ട്. ആ ക്ലാസിക് ടച്ചും അതോടൊപ്പം തന്നെ ക്ലാസിക് ക്രൈം സിനിമകളെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ പഴയ സിനിമകളുടെ ആ ഒരു പാറ്റേൺ ഗംഭീരമാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ശരിക്കും പറഞ്ഞാൽ സിനിമയുടെ തുടക്കത്തിൽ പല ഭാഗങ്ങളിലെയും കാര്യങ്ങൾ ഗംഭീരമായിട്ട് ക്ലൈമാക്സിൽ കൊണ്ടുവന്ന് കൃത്യമായിട്ടും അതിനെ വെൽഡ് ചെയ്ത് ഒട്ടിച്ച് വയ്ക്കാൻ വേണ്ടി പരമാവധി ഗംഭീരമായിട്ട് ആ തിരക്കഥയിൽ ഗംഭീരമായിട്ടൊരു ശ്രദ്ധ ചെലുത്തി എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വലിയൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത്. സിനിമയിലെ കാർ ചേസ് രംഗങ്ങൾ വളരെ മികച്ചതാണ്. അതോടൊപ്പം തന്നെ ലോസ് ഏഞ്ചൽസിലെ തിരക്കേറിയ ആ ഭാഗങ്ങൾ അടച്ചിട്ടാണ് ഈ സിനിമ ചിത്രീകരിക്കുന്നത്, അവസാനം കാണിക്കുകയാണ് ആ സാധനങ്ങളൊക്കെ. ശരിക്കും പറഞ്ഞാൽ ലോസ് ഏഞ്ചൽസിലെ നഗരത്തെ തന്നെ ഒരു കഥാപാത്രമായി ഇതിനെ ഗംഭീരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻസും അതിൻ്റെ ലൈറ്റിങ്ങും സിനിമയുടെ മൂഡിനെ ഗംഭീരമാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ സിനിമയുടെ ആകാംക്ഷയെ ആ ഒരു ഇതിനെ വർദ്ധിപ്പിക്കാൻ വേണ്ടി സംഗീതം നല്ലൊരു പങ്കും വഹിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ നെഗറ്റീവ് എന്ന് പറഞ്ഞു നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയുടെ ദൈർഘ്യം, ഒരു വലിയൊരു സിനിമ കണ്ടതുപോലുള്ള ഒരു അനുഭവമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്നത്. അനാവശ്യമായിട്ടുള്ള ഒരുപാട് സീനുകളും അതിനകത്ത് സബ് പ്ലോട്ടുകളുമൊക്കെ കുത്തി നിറച്ചിട്ട് സിനിമയ്ക്ക് കൃത്യമായിട്ടുള്ള ഒരു താളം കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. കഥയുടെ സ്ലോ ബിറ്റ് ഒരുപാട് വിരസത ഉണ്ടാക്കുന്നുണ്ട്. ഒരുപക്ഷെ 2 മണിക്കൂർ കൊണ്ട് തീർക്കാവുന്ന സിനിമ അനാവശ്യമായി നീട്ടിക്കൊണ്ട് പോയിട്ട് ഏകദേശം 2 മണിക്കൂർ 20 മിനിറ്റ് വരെ അങ്ങ് വലിച്ചു നീട്ടിയിട്ടുണ്ട്. പിന്നെ മികച്ച താരങ്ങളുണ്ടായിട്ടും കഥാപാത്രങ്ങൾക്ക് വേണ്ടത്ര ഒരു ഡെപ്ത് ഇതിലില്ല എന്നുള്ളതാണ്. അതൊരു വലിയ പോരായ്മയായിട്ടാണ് എനിക്ക് തോന്നിയത്. അതോടൊപ്പം തന്നെ ക്രിസ് ഹൈംസിൻ്റെ കഥാപാത്രമായിട്ടുള്ള ഡേവിഡ്സ് വളരെ ഒരു ഡൂൾ
ആയിട്ടുള്ള ഒരു രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. അദ്ദേഹത്തിന് ശരിക്കും നാച്ചുറൽ ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പ്രസരിപ്പും അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്വാഗും ഒന്നും തന്നെ ഇതിലൊന്നും കാണുന്നില്ല. ഒരു മോഷ്ടാവായി അഭിനയിക്കുമ്പോൾ അദ്ദേഹം വളരെ ഗംഭീരനായിട്ടുള്ള ഒരു സുന്ദരനായിട്ടുള്ളൊരു മനുഷ്യനാണ്. അങ്ങേരെയൊക്കെ ഒരു കള്ളനായിട്ട് കൊണ്ടുവയ്ക്കുക എന്ന് പറയുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അതിന് ആപ്റ്റല്ല അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് അല്ല ഞാൻ പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ഫേസ് അതിന് ആപ്റ്റല്ല എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഹെംസ്വർത്തും അദ്ദേഹത്തിൻ്റെ കാമുകിയായിട്ട് അഭിനയിച്ചിട്ടുള്ള മോണിക്ക ബാർബറയും അവരുടെ തമ്മിലുള്ള പ്രണയരംഗങ്ങളുണ്ടല്ലോ, ഒട്ടും നാച്ചുറാലിറ്റി ഇല്ല. ഈ ബന്ധത്തിന് ഈ കഥയിൽ വലിയൊരു ഗുണമൊന്നുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോഷ്ടിച്ചിട്ട് കാമുകിയോടൊപ്പം ജീവിക്കണം, നല്ലൊരു എമൗണ്ട് മോഷ്ടിച്ചിട്ട് കാമുകിയോടൊപ്പം ജീവിക്കുക എന്നത് മാത്രമാണ്, അതിനു വേണ്ടി മാത്രമായിട്ടാണ് ബാർബറയെ ഇതിലോട്ട് കയറ്റി ചെയ്ത് തന്നെ. പക്ഷേ അത് വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് ഒരു ഡയലോഗിലൂടെ പറഞ്ഞു പോകാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പോൾ അവർ തമ്മിലുള്ള ആ ഒരു കെമിസ്ട്രി ഈ സിനിമയ്ക്ക് വലിയൊരു ഇമ്പോർട്ടൻസും ഇല്ല താനും. അതോടൊപ്പം തന്നെ ബാരി കിയോൺ തൻ്റെ കഥാപാത്രത്തെ ഓവർ ആക്ട് ചെയ്ത് കച്ചടയാക്കിയിട്ടുണ്ട്. കാരണം മറ്റുള്ള എല്ലാവരും തന്നെ നാച്ചുറലായിട്ട് അഭിനയിക്കുമ്പോൾ അദ്ദേഹം മാത്രം ഓവർ ആക്ട് ചെയ്ത് കച്ചടയാക്കിയിട്ടുണ്ട്. പിന്നെ ഈ സിനിമയിൽ വലിയ പുതുമയൊന്നുമില്ല. പിന്നെ മോഷണം നടത്തുന്നു, പോലീസ് ആരാൻ പിന്നാലെ വരുന്നു, കള്ളൻ വിരമിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ ക്ലീഷ ആയിട്ടുള്ള ആ ഒരു സ്റ്റോറി തന്നെയാണ് ഇവിടെയും ഉള്ളത്. സിനിമ ഒരിടത്തും റിസ്ക് എടുക്കുന്നില്ല എന്നുള്ളതാണ്. വളരെ സേഫായിട്ടുള്ള ഒരു രീതിയിലാണ് കഥ മുന്നോട്ട് പോകുന്നത്. ഒരു ക്രൈം ത്രില്ലറായിട്ട് സിനിമയിൽ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ഇത് നൽകുന്നില്ല. ഒരു ആക്ഷൻ രംഗങ്ങളോ അല്ലെങ്കിൽ ഫൈറ്റുകളോ ഒന്നും തന്നെ ഇല്ല. മോഷണങ്ങൾ പോലും വളരെ നാച്ചുറലായിട്ട് സ്മാഷ് ആൻഡ് ഗ്രാബായിട്ടാണ് രീതിയിലാണ് ഈ സിനിമയെ ചിത്രീകരിച്ചിരിക്കുന്നത്. സിനിമയുടെ അവസാനത്തിൽ പല കാര്യങ്ങളും ഒരു യാഥായാഥ എന്ന് പറഞ്ഞ് ഒഴിവാക്കിയതുപോലെ തോന്നുകയാണ്. പല ചോദ്യങ്ങൾക്കും കൃത്യമായിട്ടും ഉത്തരം ലഭിക്കുന്നില്ല. വലിയൊരു ക്ലൈമാക്സ് പ്രതീക്ഷിക്കുന്ന പ്രേക്ഷകർക്ക് മുൻപിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു വളരെ നാച്ചുറലായിട്ട് വളരെ ലളിതമായിട്ട് കഥ അങ്ങ് അവസാനിപ്പിക്കുകയാണ്. അത് ശരിക്കും നിരാശയുണ്ടാക്കി. അതോടൊപ്പം തന്നെ നിക് സോട്ടോയുടെ കഥാപാത്രമായിട്ടുള്ള ബന്ധം എങ്ങനെ അവസാനിച്ചു എന്നതിലും ഒരു വ്യക്തതയില്ല. നിക് സോൾട്ടോയുടെ ശബ്ദം തന്നെ തിരിച്ചറിയണമെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാരണം വളരെ ഫാസ്റ്റ് ആയതുകൊണ്ട് സബ് ടൈറ്റിൽ നോക്കി വേണം അത് മനസ്സിലാക്കാൻ വേണ്ടി എന്താണ് പുള്ളിക്കാരൻ പറയുന്നതെന്ന്. അതും ഒരു വലിയ പ്രശ്നമായിട്ട് തോന്നി. പിന്നെ സിനിമയുടെ ചില വിഷ്വൽസ് പലയിടത്തും ഒരു ഡ്രാബ് എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. ചുരുക്കത്തിൽ ജീവിതത്തിൽ നിർണായകമായിട്ടുള്ള ഒരു ഘട്ടത്തിൽ നിൽക്കുന്ന 3 മനുഷ്യരുടെ കഥയെ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഒരുത്തൻ കള്ളൻ എന്ന ലേബൽ മായ്ച്ചു കളയണം, ഒരാൾക്കാണെങ്കിൽ പുതിയ ജീവിതം തുടങ്ങണം, ലൂവിനാണെങ്കിൽ തൻ്റെ കഴിവ് തെളിയിക്കണം, ഷാരോണാണെങ്കിൽ തഴഞ്ഞ ലോകത്തോട് പ്രതികാരം ചെയ്യണം. അങ്ങനെ 3 വ്യക്തികളുടെ താല്പര്യങ്ങളെ ഒത്തുചേർത്ത് വന്ന ഒരു ക്രൈം 101 എന്ന് പറയുന്ന സിനിമയുടെ ഒരു എൻഡിലേക്ക് വരുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങൾ വച്ച് നോക്കുമ്പോൾ സിനിമ ഒരു ശരാശരി അനുഭവം മാത്രമാണ് എനിക്ക് നൽകുന്നത്. താങ്ക് യു.